ഗൈസ്, ഇത് രണ്ടാണ് എൻ്റെ സൈക്കിൾ. ഒന്ന് റോക്ക് റൈഡറിൻ്റെ ST20 എന്ന് പറഞ്ഞൊരു സൈക്കിളാണ്, നോർമൽ സൈക്കിൾ. പിന്നെ നമുക്ക് അടുത്തേക്ക് കിടക്കാം. റോക്ക് റൈഡർ ST30 ആണ്. ഉള്ളതിൽ ഏറ്റവും നല്ല സൈക്കിളാണ്. സെക്കൻഡ് ഹാൻഡ് ആട്ടാ. ഇത് നമ്മൾ വാല്യൂ ഫോർ മണിയാണ് ഈ സൈക്കിൾ. അത്യാവശ്യത്തിന് നല്ല സ്മൂത്തും ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ടോ, ഇതൊക്കെ കറങ്ങണ്ട, തട്ടിയിട്ട് 100 പ്രാവശ്യം കിടന്ന് കറങ്ങും. പിന്നെ ഒരു പെഡ സ്റ്റാൻഡും, പിന്നെ ഗിയർ സൈക്കിളാണ്. ഇതിപ്പോൾ ചേട്ടൻ്റെ സൈക്കിളാണ്ട, ഉള്ളിലൊക്കെ എന്തോ കയറിയിരിക്കുന്നുണ്ട്. ഇതിൽ ഗിയർ ഷിമാനോൻ്റെ ഡ്യൂലക്സ് ആണ്. പിന്നെ ഇതിൽ ക്രാങ്ക് വരുന്നത് ഷിമാനോയുടെയാണ്. ഫുൾ അലോയ് ആണ്, അലോയ് ഫ്രെയിമാണ് ഫുള്ളും. കണ്ട് ഇതൊക്കെ ഉണ്ട്. ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 7,000 റുപ്പീസാണ് ഈ സൈക്കിളിന്. 7,000 റോക്ക് റൈഡർ ST20, ഇതിന് 13,000 റോക്ക് റൈഡർ ST30. ഇതിനെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നതിൽ പല സമയത്തിൻ്റെ വില പറയാം. ഇനി നമുക്ക് എൻ്റെ സ്വന്തം സൈക്കിളിലോട്ട് പോവാം. ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരം എല്ലാതും. ഇതാണ് എൻ്റെ വീട്. എന്താ ഇതേ ആ കാണുന്നതാണ് എൻ്റെ സൈക്കിള്. ഇതാണ് വെസ്കോഡ് ഡ്രിഫ്റ്റ് ST24 ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. മറ്റേ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയ സൈക്കിളാണ്. ഇത് പറഞ്ഞ ഡിസ്ക് ബ്രേക്കാണ്. കണ്ടോ, ഡിസ്ക് ബ്രേക്കാണ്, ഗിയറില്ല. അതിനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഗിയർ മേടിച്ചില്ല. കണ്ടോ, വർക്കിംഗ് ആണ് ഫുള്ളും, സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. നെക്ക് അവിടെ തന്നെ നിൽക്കും. പിന്നെ അവിടെ സസ്പെൻഷൻ വരുന്നുണ്ട്. സസ്പെൻഷൻ നെക്ക് കാണിച്ചു തരാം, ആവുന്നൊരു ഉറപ്പില്ല. അയ്യോ, ഇങ്ങനില്ല. പിന്നെ സെറ്റ് ബെല്ലുണ്ട്. പിന്നെയുള്ള ഫ്രണ്ടിലുണ്ട് ബ്രേക്ക്. പിന്നെ കട്ടിയുള്ള ടയർ, നല്ല വെയിറ്റുള്ള സൈക്കിളായിരുന്നു. എൻ്റെ വെയിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ നല്ല സ്മൂത്ത് സ്റ്റാൻഡ്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകും, ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരും. അടിപൊളിയാണ് അത്. കണ്ട, പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ലൂസും കിട്ടുക, ടൈറ്റായി പോകണം. ഗിയർ നല്ല വരുന്ന ഞാൻ വാങ്ങിച്ചിട്ട് 1 കൊല്ലമായി. പിന്നെ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ വെയിലല്ലേ, ഇതുകൊണ്ട് കണ്ണടച്ചിരിക്കുക. വെയിൽ പറഞ്ഞു എന്താടാ ചെക്ക. ഇവനെ ഞാൻ പണ്ടൊരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പണ്ടത്തെ ഈ ചാനലിനെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ അവൻ തന്നെയായിട്ടവൻ. അന്ന് ഭയങ്കര ചെറുതായിരുന്നു. ഉണ്ടായി പിന്നെ 1 വയസ്സ് 1 മാസം ഉണ്ടായി. ഭയങ്കര കളിയാണ്, എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടോ, ഇവിടെ പോണു നീ ഇവിടെ പോണു ഇവിടെ പോകണ്ട. നീ ഞാനൊരു വീട് കാണിച്ചുതരാം. ഈ സ്റ്റെപ്പ് കയറിയാൽ വീടാണ് ഗൈസ്. നടന്ന് സ്റ്റെപ്പ് കയറണം. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അതെ, ഇതൊരു സ്ഥലം അടുക്കള എന്ന് പറയും. ദിസ് ഈസ് മൈ ഹോമിൻ്റെ അടുക്കള. ഇതേ വാഷിംഗ് മെഷീൻ ഇരിക്കണു. ഇത് ടെറസ്. ഒരു വണ്ടി ഉണ്ടല്ല, അയ്യോ സൂപ്പർ വണ്ടിയാ ഇത്.
ഇതെൻ്റെ ഒരു മാമൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരു ചെറിയ സ്കൂട്ടി തള്ളി ഉന്തി കളിക്കുന്നത്. സസ്പെൻഷനൊക്കെ ഉണ്ട്, വർക്കും എല്ലാം വർക്കാവും. വീഡിയോ എടുക്കാറ്റില്ല. കണ്ടോ, കാലുകൊണ്ട് തള്ളിയ അധികം ഓടിക്കണ്ട. പിന്നെ ഇവിടെ നിന്ന് ഒരു കല്ലെറിഞ്ഞ ഒരു സാധനം കാണിച്ചു തരാം. ഇതിൽ കിട്ടുമോ ഇല്ലയോന്ന് അറിയില്ല. ഇവിടെ നിന്ന് ഒരു കല്ലെറിഞ്ഞാൽ മതി. എന്താ വേണ്ട, മാംഗോ ആ സാധനം കിട്ടും. ഞാൻ ഒരു ചെറിയ ലോങ് വീഡിയോ ആണ് എടുക്കാൻ നോക്കുന്നത്. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ TV. ദിസ് ഈസ് മൈ ഫ്രിഡ്ജ്, മൈ TV സെറ്റപ്സ്. പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു ഫാനുണ്ട്. ഒരു RC കാർ. എൻ്റെ വീഡിയോ ഞാൻ പറ്റും. പിന്നെ ഈ വല വരുന്ന സ്ഥലത്തിന് വീഡിയോ ഞാൻ പറ്റും. പിന്നെ ഒരു സർപ്രൈസും കൂടിയുണ്ട്, പിന്നെ കാണിച്ചു തരാം. പിന്നെ അടിയിലോട്ട് ഇറങ്ങിയാൽ എൻ്റെ രണ്ടാമത്തെ വീട്. പിന്നെ ഇവിടെ ഒരു TV ഇരിക്കുന്നുണ്ട്, ഒരു പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്, ഊണോ കാർഡ്സ് ഇരിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജ്, പിന്നെ ബാക്ക് സൈഡ് വീണ്ടും ഞാൻ പുറം ഭാഗമെല്ലാം പറ്റൊക്കെ കാണിച്ചതാ. പിന്നെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കാണിക്കണില്ല, കാണിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ മീനുണ്ട്, ഫിഷ്. We have some fish. മീൻ കാണാൻ വളരെ സാധ്യത കുറവാണ്. അതാണ് മീൻ. മൈ ഫിഷ്. ഇതെന്താ ചാണ്ട. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടാവും. ഈ കുളം, കുളമല്ല, ഈ മീൻ ടാങ്ക്. എൻ്റെ ചാനൽ, പഴയ ചാനലിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാനും വന്നിട്ടുണ്ട്. അല്ല കുളം പോലെ ഇഷ്ടം പോലെ മീനുണ്ട്. ക്ലിയർ വാട്ടറാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി, അങ്ങോട്ട് എനിക്ക് പോകാനിപ്പോൾ പേടിയാണ്, പാമ്പൊക്കെ കിടക്കുന്നത്. പിന്നെ ഒരു കാർ, എൻ്റെ വീട്ടിലത്തെ ഒരു കാറ്. അവിടെ നടക്കാൻ സാധനങ്ങൾ വന്നേക്കാണ്. എൻ്റെ വെളിച്ചെൻ്റെ സ്കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് പിടിക്കും വെറുതെ. പെപ്പ് പ്ലസ് കൊണ്ട് നടത്തു. ഞാൻ ഓടിക്കില്ല, വെറുതെ പറഞ്ഞ എനിക്ക് ഓടിക്കാറിയില്ല. ഇവിടെ ഒരു കാറുണ്ട്, പക്ഷേ ഇത് അടച്ചിട്ടേക്കുക. പിന്നെ അവിടെ ഒരു ഹുണ്ടായി സാൻഡ്രോ അതിരിക്കുന്നുണ്ട്. ഭംഗിയിലിരിക്കേ ചെക്കൻ. എന്താ പരിപാടി ഇവിടെ? അയ്യോ, വെളുത്തു പോയി. ഇവനൊരു കാര്യമുണ്ട്. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എന്താ നാണം നിനക്കെന്താ നാണം? നോക്കണ പറ്റി പാവട്ടെ, കടിക്കൊന്നുമില്ല. ഒന്ന് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് വല്ല കാട്ടിലേക്ക് ഓടി പോകും. അതാണ് ഇവൻ്റെ പ്രശ്നം. ഇപ്പോഴും കണ്ണടച്ച് ധ്യാനത്തിലിരിക്കും. കടിക്കോ നീ? എന്നെ കടിക്കടാ നീ. എന്താ ഭയം. പിന്നെ ബാക്കിലേക്ക് പോയാൽ എൻ്റെ വർക്കൗട്ട് സ്പേസ്. പ്രത്യേകിച്ച് വർക്കൗട്ടൊന്നും ചെയ്യാറില്ല, എന്നാലും വർക്കൗട്ട് സ്പേസ് ഒന്ന് നിങ്ങൾ വിളിച്ചു. ഡമ്പലിരിക്കുന്നുണ്ട്, ഒന്നീന്ന് വലുത്. കാണിച്ചുതരാം. എന്തായാലും
ആരോഗ്യം കുറഞ്ഞ് ഇനി എടുത്തത് നോക്കുക. വേണ്ട വേണ്ട വിടിരിക്കട്ടെ. അയ്യോ ചത്തു ഞാൻ. ഇങ്ങോട്ട് കിടന്നാൽ ഇവിടെ എന്തെങ്കിലും മരമുണ്ട്. പിന്നെ കിണർ, പിന്നെ എൻ്റെ വെളിച്ചൻ പണിഞ്ഞിട്ട കുറച്ച് അർബാനാസ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ നോക്കട്ടെ, പറ്റെങ്കിൽ കാണിച്ചു തരാം. അത് ഒരു വരാലിരിക്കുന്നുണ്ട്. വരാൽ, വലിയ വരാല. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ട അയ്യോ കൊല്ലോ നീ. കുറുത്തൻ മീന തട്ടിയാലേ വരുള്ളൂ. കണ്ട അധികം തട്ടണില്ല. ചാടിയ പിന്നെ എൻ്റെ കഥ പോക്കാ. ഇതാണ് വീണ്ടും ബാക്ക് സൈഡ്. അയ്യോ കണ്ടാ, പണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അത് കാണാനില്ല. പിന്നെ ഇവിടെ നിന്ന് നേരെ നോക്കിയാലൊരു സ്ഥലമുണ്ട്, ഫ്ലാറ്റ്. ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അയ്യോ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അതെ, എൻ്റെ പട്ടിയടക്കം പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ പൂട്ടുമ്പോൾ പിടിക്കാൻ പോയാൽ ഇപ്പം ഇങ്ങോട്ട് നടന്നു വരും. കണ്ട അവൻ ഇറങ്ങാൻ വേണ്ടിയാ. ഉറക്കോ നീ? ഞാൻ ഇറക്കോ? ഇല്ല, ഉറക്കില്ല ഞാൻ എന്നെ. അവിടെ ഇല്ല. നടന്നു മുകളിലേക്ക് പോവാം. കാര്യം കാണിക്കാൻ മറന്നു. എൻ്റെ ചൂണ്ട അതിനൊരു 3 ലക്ഷം റുപ്പി അത്ര ഉള്ളൂ. കാര്യമില്ല. ഇത് ഞാൻ വെറുതെ എടുത്ത വീഡിയോ ആണ്. യൂട്യൂബിൽ ഇടാനേ എനിക്ക് തോന്നുന്നില്ല. വീഡിയോ എടുക്കണ ചെളിയുണ്ട്. ഇത് കണ്ടിട്ട് കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ ഞാൻ ഓരോരോ കണ്ടൻ്റായിട്ട് പതുക്കെ കൊണ്ടുവരാം. ഫോൺ കിട്ടിയാൽ ഞാൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാതെ ഞാൻ വീട്ടിൽ അങ്ങനെ ഇരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ച കുറേ സാധനമുണ്ട്. അത് എക്സ്പീരിമെൻസ്. പിന്നെ പേപ്പർ സ്പീക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ അൺബോക്സ് ചെയ്ത് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ശരിയാണ്. ബൈ.